അതാ കണ്ടോ, നല്ല 1.5 ഏക്കർ റബ്ബർ തോട്ടവാ. മിൽമയേക്കാൾ പാല് കിട്ടും. മകളുടെ കല്യാണത്തിന് കാശില്ലാത്തതുകൊണ്ടാ തന്നപ്പടി ഈ വിലക്ക് തരാന്ന് പറഞ്ഞത്. ആഹാ, നല്ല ഐശ്വര്യമുള്ള വീടാ നമ്മളെ മറിയാമ്മച്ചെടുത്തിയുടെ. വന്ന് താമസമാക്കിയപ്പോഴേ ചാൻസ് കിട്ടി. ശരിക്കും ഇന്നലെയും കിട്ടി. അതാരല്ല, തഴച്ചു വളർന്ന് കൊലച്ചു മറിഞ്ഞിരിക്കുകയല്ലേ. 13 കോടി രൂപയുടെ യൂറിയ കുംഭകോണം അല്ലേ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നത്. അതെ. അപ്പോഴേ മഴുവേലി, ഈ പുളിച്ച രാഷ്ട്രീയവും ബലാത്സംഗവും ഒക്കെ ആയി തെണ്ടി നടക്കാതെ ഈ വസ്തു മറച്ചു വെക്കാൻ ഒരു പാർട്ടി ഉണ്ടാക്കി രക്ഷപ്പെടും. അടുത്ത ആഴ്ച പൂത്ത പണവുമായിട്ട് ജസൈ ജാഫർ ഖാന്റെ 2 സുഹൃത്തുക്കൾ വരണം. ദാവൂദിന്റെ ബിനാമികളാ. ഞാനൊരു പിടിപിടിച്ച് നോക്കാം. എന്നാ ഒന്ന് പിടിച്ചു നോക്കാം. കുറെ ഏമാമാരുണ്ട് നമ്മൾ വാങ്ങിക്കുന്ന വസ്തുവിന്റെ പിന്നാലെ വായി നോക്കി നടക്കാൻ. വായി നോക്കി നടക്കണത് നീയടാ. എങ്ങാണ്ടെന്ന് വന്ന 2 പീറ പിള്ളേരെ കണ്ട് നീ ഒന്നും ഞെളിയണ്ട. എനിക്ക് ചായ വാങ്ങിച്ചരാൻ നിന്നിരുന്ന അവന്റെയൊക്കെ പിന്നാലെ തലേ ചോദിച്ചു നടക്കുന്ന നിനക്കൊന്നും എന്നോട് സംസാരിക്കാനുള്ള യോഗ്യതയില്ലടാ. വിൽസൺ പാറയക്കാരന് ആർക്കും ചായ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലടാ. എടാ നന്ദി കേട്ടവനെ. ഗസ്റ്റ് ഹൗസിൽ മന്ത്രി വേസ്റ്റ് ചെയ്യുവാ. ഏത് മന്ത്രി? വണ്ടി കയറാ. നമ്മുടെ മന്ത്രി. വാ പോകാം. പാറ പാറ അല്ല, ഇവിടെ പാറ പാറ വന്ന് കേരള പാറ പാരയൊന്നും വിചാരിച്ചില്ല. അങ്ങോട്ട് നീങ്ങിരിക്കും. ആരാടോ ഈ പുതുമുഖങ്ങള്? ഇവന്മാരെ നമുക്ക് ഭീഷണിയാവോ? ഇവന്മാരുടെ കാര്യം എനിക്ക് വിട്, ഞാൻ ഡീൽ ചെയ്തോളാം. ആ ബോർഡ് ഇങ്ങനെ എടുക്കടാ. ആ ബോർഡ് എടുത്ത് ഇങ്ങോട്ട് തൂക്കടാ. ഇവിടെ അവിടെ വെക്കേ. റൈറ്റ് ഫോർ ടെലിഫോൺ എക്സ്ചേഞ്ച്. എങ്ങനെയുണ്ട്? ഐഡിയ. എന്താ വൈകിയത്? ഇന്ന് ഞങ്ങള് ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ദിവസമല്ലേ, അതുകൊണ്ട് തിരക്കിലായിരുന്നു. ഞാൻ കാത്തിരിക്കായിരുന്നു. ഇവിടെ ആരും ആർക്കും വേണ്ടിയും കാത്തിരിക്കണ്ട. ഇയാള് വല്ലതും കഴിച്ചോ? കഴിക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചേക്കല്ലേ. ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിയിട്ടുണ്ട്. പിടിക്ക്, അങ്ങോട്ട് പറ. ഇവിടെ ആരും ഭക്ഷണം കഴിക്കാതിരിക്കണ്ട, കൊണ്ടുപോയി കഴിക്കുക. കൊണ്ടുപോയി കഴിക്കാൻ ചിക്കൻ ബിരിയാണിയാ. എന്തിനൊക്കെ അറിയണേ? വല്ലാതെ വിശന്നുണ്ടാവല്ലേ? നിനക്കെന്താ അവിടെ പണി? എടാ, ഈ കുട്ടിയിരുന്ന് കരയണ്ട. കരയുന്നെങ്കിൽ കൂടെ ഇരുന്ന് കണ്ണീര് കുറച്ചു കൊടുക്ക്. അതെ, ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് സെന്റിമെന്റ്സ് ഒന്നും വർക്കൗട്ട് ചെയ്യാൻ നോക്കണ്ട. ഒരു കാര്യം പറഞ്ഞേക്കാം, നേരം വെളുക്കുന്നതിന് സ്ഥലം വിട്ടോളണം. അടാ, കഴിച്ചോട്ടോ. ഞാൻ പോകുന്നു. നന്ദിയുണ്ട്. ഈ 2 ദിവസം ഞാൻ മറക്കില്ല. ചിലപ്പോ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ ഇവിടുന്നുള്ള എന്റെ യാത്ര വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കാം.
എവിടെ? മായ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാല് ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ ഞങ്ങൾ രണ്ട് ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്ന ഈ വീട്ടില് ഒരു പെൺകുട്ടിയോട് താമസിക്കാന്ന് വെച്ചാല് അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും ഈ സാഹചര്യത്തിൽ മായ ഇവിടുന്ന് പോണ്ട. നമുക്ക് സാവകാശം ആലോചിച്ച് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. വരൂ, ധൈര്യമായിട്ട് വരൂ. പൂവാല നിരോധിത മേഖല, ഇത് കൊള്ളാലോ പരിപാടി. എന്താ ബസ് അല്ലെ കുളിക്കാൻ പോവാ? കണ്ടതാ. സിനിമയ്ക്ക് പോയാലോ? കാലത്ത് ഇറങ്ങും ഒരു വാന ഷർട്ട് അയ്യോ, ഹലോ സുന്ദരി. ബസ് കാത്ത് നിൽക്കായിരിക്കും അല്ലേ? ബസ് സ്റ്റോപ്പിൽ സാറിന് ബസ് കാത്താണ് നിൽക്കാറ്. പ്ലെയിൻ കിട്ടിയാലും പോകാൻ വിരോധമൊന്നുമില്ല. ഈ ബോർഡ് കണ്ടില്ലേ? ഇത് ഞാൻ എഴുതിപ്പിച്ചു വെച്ചതാണ്. ഇവിടെ പൂവാലന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. സുന്ദരിക്ക് പൂവാല ശല്യമൊന്നുമില്ലല്ലോ. ഞാൻ ചാർജ് എടുത്തത് പിന്നെ ഈ വഴി ഒറ്റ പൂവാലന്മാരും വരാറേ ഇല്ല. പകരം സാറുണ്ടല്ലോ. സുന്ദരിയെ ആരും ശല്യം ചെയ്യാതിരിക്കാനാണ് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ കോളേജിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ പൂവാലന്മാരുടെയോ കിളികളുടെയോ ശല്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഇവിടെ പൂവാല ശല്യമില്ലല്ലോ? ഇവിടെ പൂവാല ശല്യമുണ്ടോ? പൂവാല അല്ല മക്കളെ, പൂവാറ് പോവാനാ. ബസ് വരുമ്പോ പറയണേ. വിൽസൺ പാറയക്കാരനെ എല്ലാവരോടും തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സി കെ എന്ത് വില കൊടുത്തും ആ പുരുഷന്റെ പിള്ളേർ അഡ്വാൻസ് ചെയ്ത ഭൂമി നമുക്ക് സ്വന്തമാക്കണം. ആ ദാവൂദിന്റെ പിന്നാമികൾ വരുന്നുണ്ട്. പാറക്കാരാ, ആ കാര്യം എനിക്ക് വിട്ടതാ. പുഷ്പം പോലെ ആ പിള്ളേരുടെ കയ്യിൽ നിന്ന് ആ ഭൂമി സി കെ വാങ്ങിച്ചു തരും. ഒരു 50,000 എറിഞ്ഞു കൊടുക്കേണ്ടി വരും. ആ എന്നാ സി കെ വിട്ടോളൂ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ? ഞാനോ? എന്താടോ? അത് മോളെ ഇരിക്കല്ലേ? അല്ലടോ, എന്റെ ഭാര്യ. അതെയോ? പോടാ, ഊച്ചളി. യോഗം ചെയ്തവൻ. കുഴി പോവാറായി. ആടെ കാര്യം നീ പറയുന്ന എത്ര അതിന്റെ വില? 40 രൂപ. 40 വളരെ കുറവാണല്ലോ. 2 കത്തിയുടെ കാശല്ലേ ചോദിച്ചേ? 1 കത്തിയുടെ. അതിനെ ഞാനും പറഞ്ഞേ. ആ അതേ അവന്മാരോട് നിൽക്കണ്ട. വണ്ടി നിർത്ത്, നിർത്ത. നിങ്ങളാരും വരണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. അയ്യോ നല്ല മൂർച്ച. ഒന്നേ കാറ് പോവില്ലേ? കാറ് പോവില്ലേ? അവിടെ നിർത്താം. എന്തിനാ ഇപ്പൊ ഓടിയത്? ഞാനാ ഓടുവേ? അതെ, എനിക്ക് രാവിലെ ഇങ്ങനെ ഓടുന്നൊരു എക്സർസൈസ്. എക്സസൈസ് വളരെ നല്ല ശീലമാണ്. ഞാൻ നിങ്ങളെ മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങളെയോ? ഏയ്, കാണാൻ ഒരു വഴിയില്ല. നിങ്ങളല്ലേ എനിക്ക് ചിക്കനും റമ്മും ഒക്കെ വാങ്ങിച്ചു തന്നത്? ചിക്കൻ റമ്മ് ഞങ്ങൾ വാങ്ങിച്ചു തന്നതാ? ഏയ്, ലൈഫിൽ ഞങ്ങൾ ആർക്കും അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ആരെങ്കിലും വാങ്ങി തന്നാ കഴിക്കുവോ? അങ്ങനെ ആരെങ്കിലും വാങ്ങി തന്നാൽ ഞങ്ങൾ കഴിക്കില്ല. പിന്നെ സ്നേഹത്തോടെ ആരെങ്കിലും വാങ്ങി തന്നാൽ ഞങ്ങൾ വേണ്ടെന്നും പറയില്ല. പിന്നെ പോവല്ലേ? പോവാലോ. നല്ല ടേസ്റ്റ്. ഒരു കുപ്പിയും കൂടി ആവാല്ലേ? ആവാലോ. ചിക്കനും വേണം. ജയ്സ, ഒരു കുപ്പിയും 2 ചിക്കനും. ജയ്സ, കൈ ഒഴിവുള്ളപ്പൊക്കെ ചിക്കൻ പോന്നോട്ടോ. അത് വേണേ? അത് വേണം. പിന്നെ ആ ഭൂമി നമുക്ക് അങ്ങ് കൊടുത്താലോ? ഏത് ഭൂമി? അല്ല, നമ്മൾ ഇന്നലെ അഡ്വാൻസ് കൊടുത്ത ഭൂമി. 50,000 രൂപ ലാഭത്തിന് ഒരു പാർട്ടി വാങ്ങാൻ തയ്യാറാ. കൊടുക്കൂ? അത് കൊടുക്കുന്നില്ല. അതങ്ങ് കൊടുക്കുന്നതാണ് നല്ലത്. കൊടുക്കുന്നതല്ല. എന്തിനാ ഈ കത്തി? ഷോയ്ക്ക്. ഓക്കെ,
എങ്ങനെയുണ്ട് ഈ കത്തി? കത്തി തീർക്കാനില്ല. എനിക്ക് പോയിട്ട് ഇത്തിരി എന്താ ധൃതി? എടുക്കണ്ട്. പോയിട്ട് വരാം. അല്ല കുപ്പി പറഞ്ഞിട്ടുണ്ട് കത്തി കൂട്ടിയിടാ. സീക്കേക്ക് പറ്റിയോരാ പുള്ളി. അപ്പോ നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ, മഹാമിടുക്കന്മാരാണല്ലോ. അപ്പോഴേ ഇന്ന് നമ്മുടെ സ്ഥലം കാണാൻ ഒരു പാർട്ടി വന്നു. ആ, എന്താടാ നിന്റെ കയ്യിലൊരു പ്യോതി? ഇതൊരു പാന്റും ഷർട്ടുവാ. അങ്ങനെ നന്നായിട്ട് ചേരും. ഫാഷൻ ടെക്സ്റ്റൈൽസ് ഞാൻ പറഞ്ഞു മേടിച്ചതാ. മറ്റേ പാർട്ടി വരുമ്പോ ഇങ്ങനെയൊക്കെ പോയാ മതിയോ? ഇത് പിടി എണ്ണ പിടി. നിന്റെ ഒരു പാന്റും ഷർട്ടും. അതെ, മേനോട് പാർട്ടി വരുന്നുണ്ട്. ഒന്ന് മാറി ഹലോ. അയ്യോ, ഗിഫ്റ്റ് ഒന്നും വേണ്ടായിരുന്നു. എന്തിനാ അത്? ഗിഫ്റ്റ് ഒന്നുമല്ല, ഇവിടുന്ന് പുറത്തേക്ക് വീണതാ. ഇത് അണ്ണന് വേണ്ടി ഞാൻ പ്രത്യേകം വാങ്ങിച്ചതാ. കണ്ടിട്ട് പുള്ളിക്ക് പിടിച്ചില്ല. ഇത് നല്ല സ്റ്റഫാണല്ലോ. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യും. പിന്നെന്താ? ജോൺസൺ ആൻഡ് ജേസൺ ഒരു ഗുലുമാല് കേസായിരുന്നു. ഇപ്പൊ കാണാൻ പോകുന്ന വസ്തുവും അതൊരബദ്ധം പറ്റിപ്പോയതല്ലേ. നല്ല ഒന്നാന്തരം ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ ഈ സിറ്റിയിൽ ഇതുപോലെ കണ്ണായ സ്ഥലം വേറെ ഇല്ല. ഹാർട്ട് ഓഫ് ദ സിറ്റി. ഓക്കേ, എന്നെ താമസിപ്പിക്കണ്ട. ഞാനേ ഇതൊന്ന് ഇട്ടേച്ചും വരാം. അയ്യോ, കാലേ കയറി ചവിട്ടില്ല. ചെറിയൊരു അബദ്ധം പറ്റിയിരിക്കുക. ആ, 1.5 ഏക്കറുണ്ട്. സെന്റിന് 40,000 രൂപ പറയുന്നത്. അത് കുറച്ച് കൂടുതലാണ്. അടുക്കുമ്പോ ഒരു വിട്ടുവീഴ്ചയൊക്കെ വരുമല്ലോ. അതാണല്ലോ ബിസിനസ്. അത് കളാ. അതെന്താ ഒരു ബോർഡ് കാണുന്നത്? അത് ബോർഡറാ. ഏതിന്റെ? അത് ബോർഡാണ്. ടെലിഫോൺ ഓഫ് ദി കൺട്രിമെന്റൽ പൊസിഷൻ. എന്താ പപ്പ ഇത് ശരിക്കും? അത് പിന്നെ ഇവിടെ ഒരു ടെലിഫോൺ ഉണ്ട്. അത് ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യാനാ. അപ്പൊ തെറ്റിപ്പോയോ? അതെ, അതിനു വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഈ ബോർഡ്? നീ പാന്റും ഷർട്ടും കൊണ്ട് തന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. സോറി അണ്ണാ. ഓറിയാ, ഇനി പാന്റ് ഇടുന്ന പരിപാടിയിലെ ഷർട്ട് ഇടുന്ന പരിപാടിയിലെ ഇങ്ങനെ തൊലച്ചല്ലേ എനിക്ക് തല്ലുകൊണ്ട് കണ്ടണ കളയാറില്ല. അടിച്ചാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ഇനി മേലാലി ഷർട്ട് വേണ്ട. അത് പോട്ടെ. പാന്റ് വേണ്ട. പാന്റ് ഷർട്ട് ഇടുന്ന പരിപാടി പോട്ടെ. കാരണം എന്റെ ജീവിതം ഓടിക്കോ.